തൃശൂർ കുന്നംകുളത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് വി.എസ്. സുജിത്തിനെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സന്ദർശിച്ചു. തൃശൂർ ഡി.സി.സി ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കേസിലെ തുടർ നടപടിയിൽ സുജിത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വിഷയം സജീവമായി നിർത്തുകയാണ് യു.ഡി.എഫ്. ആഭ്യന്തര വകുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിക്കെതിരെയാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. സുജിത്ത് നേരിട്ട പീഡനങ്ങൾക്ക് ഉത്തരവാദി സർക്കാരാണെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്നും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. തൃശൂരിലെത്തി സുജിത്തിനെ കണ്ട കെ.പി.സി.സി അധ്യക്ഷൻ കേസിലെ തുടർ നടപടിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. സുജിത്തിന് വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് സർക്കാർ ഉത്തരവാദിയാണ്. ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവർ ചെയ്ത കുറ്റത്തിന് ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും കേരള സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സുജിത്തിനെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന്റെ എല്ലാ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. പ്രതികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് തയ്യാറായില്ലെങ്കിൽ ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. ഗുരുതരമായ കാര്യത്തെ DIG നിസ്സാരവൽക്കരിച്ചെന്നും പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. പോലീസുകാർക്കെതിരെ ഉണ്ടായത് തലോടലാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മീഡിയ 1 തൃശൂർ.